എല്ലാ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്വാഗതം. ത്രിയേക ദൈവത്തിന് മഹത്വം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിൽ കാണുന്ന 7 സഭകളെ കുറിച്ചാണ്. അതിൽ 7ാമത്തെ സഭയായ ലവോദിക്കയെ കുറിച്ച്. ലവോദിക്കയെ കുറിച്ചുള്ള പഠനത്തിൽ ലവോദിക്കിയ സഭയ്ക്ക് യേശുക്രിസ്തു നൽകുന്ന ബുദ്ധിയുപദേശം, അതിൽ ഏതാണ്ട് 8 കാര്യങ്ങൾ നമ്മൾ നോക്കി. അതിൽ ചിലതിനെ എടുത്ത് നമ്മൾ പഠിക്കുകയായിരുന്നു. അതിലേറ്റവും ഒടുവിൽ നമ്മൾ പഠിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആത്മീയ പാപ്പരത്വം മാറാൻ തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നഗ്നത മറയ്ക്കാൻ വെള്ളയുടുപ്പും, അന്ധത മാറാൻ ലേപവും വിലയ്ക്ക് വാങ്ങാൻ യേശു ഉപദേശിച്ച കാര്യം. അതിൻ്റെ വില എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കിയത്. 2ാമത്തെ കാര്യം 19ാം വാക്യം, വെളിപ്പാട് പുസ്തകം 3ാം അധ്യായത്തിന്റെ 19ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ, നീ ജാഗ്രത ഉള്ളവനായിരിക്കുക. ജാഗ്രത ഉള്ളവൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, നാം ഇംഗ്ലീഷിൽ കാണുന്നത് നാം തീഷ്ണതയുള്ളവരായിരിക്കുക എന്ന്. ആത്മീയതയുടെ അല്ലെങ്കിൽ പിന്മാറ്റത്തിന്റെ തുടക്കം ആത്മീയ ശൈത്യത്തിൽ നിന്നാണ്. സ്നേഹത്തിന്റെ ചൂട് നഷ്ടപ്പെടുന്നു. ചൂടും ചുരുക്കും നഷ്ടപ്പെട്ടവരായി, ആത്മീയമായി തണുത്ത് നിർവികാരികളായി തീരുന്ന ഒരവസ്ഥയുണ്ട്. യാതൊരു തരത്തിലും മനസാക്ഷിയെ, ചിന്തകളെ, ദൈവവും ദൈവിക വിഷയങ്ങളും സ്വാധീനിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. ലവോദിക്യ സഭ പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ നമ്മൾ പറയത്തില്ലേ, മനസാക്ഷി മരവിച്ചവരാണെന്ന്. ചിലപ്പോഴൊക്കെ നമ്മള് ഭയങ്കര തമാശ പറയുന്ന ചിലരെ കണ്ടുള്ളൂ. ഭയങ്കര തമാശ. പക്ഷേ എത്ര വലിയ തമാശ പറഞ്ഞാലും ചിലർക്ക് അത് ആസ്വദിക്കാനേ പറ്റില്ല. നോ സെൻസ് ഓഫ് ഹ്യൂമർ എന്നൊക്കെ പറയും. തമാശ ആസ്വദിക്കാൻ ഒക്കാത്ത ഒരു സ്ഥിതി. ചിലരൊക്കെ ചോദിക്കും, ആഹാ ചിരിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു, പറയണ്ടായിരുന്നു, എന്നാ ചിരിച്ചേനല്ലോ. ഇതുപോലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവീയ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു വികാരവും ഇല്ലാതെ വെറും നിർവികാരികളായി, മനസാക്ഷി മരവിച്ചവരായി, പിന്മാറ്റത്തിന്റെ ശവപ്പെട്ടിയിൽ അല്ലെങ്കിൽ സെല്ലിൽ കിടക്കുന്ന അവസ്ഥയാണ് ലവോദിക്കയുടേതായി നാം കണ്ടത്. അതിന് പരിഹാരമാണ് കർത്താവ് പറഞ്ഞത്, നീ ജാഗ്രത ഉള്ളവനായിരിക്കുക. നമുക്കും ഏറെ ആവശ്യമായിരിക്കുന്നത് എന്താണ്? ജാഗ്രത ഉള്ളവരായിരിക്കുക.
അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉണരുക എന്ന് വേണമെങ്കിൽ പറയാം. ഉണരുക. കാരണം നമ്മൾ കണ്ടു ലവോദിക്ക സഭയുടെ അവസ്ഥ. ഓർമ്മയുണ്ടോ? ആരുടെ അവസ്ഥയായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ? വെരി ഗുഡ്. പ്രാകൃതന്മാരുടെ അവസ്ഥ. പ്രാകൃതൻ, നാച്ചുറൽ മാൻ. പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചവനാണ്. He cannot be revived, but he should be resurrected. പ്രാകൃതന്മാർക്ക് ഉണർവല്ല, ഉയർപ്പാണ് ആവശ്യം. അപ്പോൾ ഉയർപ്പ് ആവശ്യമുള്ള ഒരാളിന് ആ ആളിന്റെ മുമ്പിൽ കരഞ്ഞാലും ചിരിച്ചാലും തലോടിയാലും ചുംബിച്ചാലും എന്തെങ്കിലുമൊക്കെ കൊടുത്താലും സ്നേഹം പ്രകടിപ്പിച്ചാലും ഒരു രക്ഷയില്ല, അല്ലേ? കോമായിൽ കിടക്കുന്ന ആൾക്കാര് ചിലപ്പോ കണ്ണൊക്കെ തുറന്നിരിക്കുകയായിരിക്കും, പക്ഷെ കാണുന്നില്ല. ചിലപ്പോൾ അങ്ങനെ കോമയിൽ കിടക്കുന്ന ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ നമ്മളെ കണ്ടോണ്ടോ നമ്മളെ മനസ്സിലാക്കിയിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. അതൊക്കെ ഒരു ചേഷ്ട, അത്രേ ഉള്ളൂ. ഇതുപോലെ ലവോദിക്ക സഭയുടെ മുഴുവൻ കാര്യപരിപാടികളും വെറും ഒരു ചേഷ്ട മാത്രം. എന്തിൽ നിന്നല്ല? ഇപ്പൊ ഒരു കുഞ്ഞ്, ഒരു കൊച്ചു കുഞ്ഞ്, ഈ കുഞ്ഞ് തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളാരും അടുത്തങ്ങ് ഇല്ലെങ്കിൽ അതിന്റെ മലർന്നു കിടക്കുന്ന കുഞ്ഞിന്റെ തൊട്ടിയാലോ അവിടെ എങ്ങാനും ഇതിന് കാണത്തക്കവണ്ണം അനങ്ങത്തക്കവണ്ണം എന്തെങ്കിലും ഒരു നിറമുള്ള കളിപ്പാട്ടം തൂക്കിയിട്ടാലും ആ കളിപ്പാട്ടത്തോട് ഇത് നോക്കി ചിരിക്കും, കൈയും കാലും ഒക്കെ ഇട്ടായിരിക്കും. ആ കളിപ്പാട്ടം ഇതിനോടൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. ഒരു കൊച്ചു കുഞ്ഞുങ്ങളുള്ള ശൈശവമായ ഒരു ചേഷ്ട എന്നുള്ളത്. Nothing by discernment, nothing by acknowledgement. Even though that infant is okay in every way, but it's not doing it by acknowledging something positive. It is just something that of an infant. ഇതുപോലെ ലവോദിക്ക സഭയോട് കർത്താവ് പറയുക, നീ ഇന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതെല്ലാം ഞാൻ കണക്കാക്കുക മാത്രമല്ല, ഞാൻ കർത്താവ് മനസ്സിലാക്കുന്നത് എന്തുമാത്രമായിട്ടാ? മരിച്ചവനായിട്ട് അല്ലെങ്കിൽ കോമായിൽ കിടക്കുന്ന ഒരാളിന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതോ തല തിരിക്കുന്നതോ ചിലപ്പോൾ ചിരിക്കുന്നത് പോലെ ആകുന്നതോ ഒക്കെ ഇതൊന്നും അറിഞ്ഞോണ്ടോ തിരിച്ചറിഞ്ഞുകൊണ്ടൊന്നും അല്ല. വെറും ചേഷ്ടകൾ, കോപ്രായങ്ങൾ മാത്രം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇന്നത്തെ ആരാധനകളിൽ പലതും
അങ്ങനെയൊക്കെ തന്നെ ഇന്നത്തെ ശുശ്രൂഷകളിൽ, ആത്മീയ കാര്യങ്ങളിൽ പലതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓട്ടോമാറ്റിസം. തനിയെ സംഭവിക്കുന്നു അങ്ങനെയൊക്കെ. പ്യുവർലി മെക്കാനിക്കൽ. അത്രേ ഉള്ളൂ. അതല്ല ദൈവത്തിന് ആവശ്യം. പണ്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ, ഇച്ചിരി നല്ല റെസ്റ്റോറൻറ്റുകളിലേക്കൊക്കെ ചെന്നാൽ വാതിൽ തുറന്നു തരാനൊക്കെ നിൽക്കുന്ന ഒരു ആളുണ്ട്. ചിലയിടത്തേക്കാണെങ്കിൽ പഴയ രജപുത്ര രാജാക്കന്മാരുടെയൊക്കെ അല്ലെങ്കിൽ സൈന്യാധിപന്മാരുടെയൊക്കെ ഷേപ്പിൽ വസ്ത്രമൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നവരാ. നമ്മളെ കാണുമ്പോഴത്തേക്കിനും പ്രത്യേക രീതിയിൽ അവര് വന്ദനമൊക്കെ ചൊല്ലും. ഇല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എയർ ഹോസ്റ്റസന്മാര്. ഇപ്പം ട്രെയിനിലും ചില ട്രെയിനുകളിലും ട്രെയിൻ ഹോസ്റ്റസുമാരെ നിയമിച്ചു തുടങ്ങി. എയർ ഹോസ്റ്റസ് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ട്രെയിനിലും ചെയ്യാൻ വേണ്ടി. അതും പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞതാ, എയർ ഇന്ത്യയിലെ എയർ ഹോസ്റ്റസുമാരാ കൂടുതലും ഔപചാരികതയോടത് ചെയ്യുന്നത്. ബാക്കി ഒന്നിലും അത്രയില്ല. അവരിങ്ങനെ പ്രതിമ പോലെ അങ്ങ് നിൽക്കുക. എല്ലാം വെറും യാന്ത്രികം. കർത്താവിന് അങ്ങനെയുള്ള ഒന്ന് വേണ്ട. അങ്ങനെയുള്ളതൊന്നും വേണ്ട. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? കർത്താവ് എന്താ ആഗ്രഹിക്കുന്നത്? സ്തോത്രം. ഈവൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ബിഷപ്പ് വില്യം ടെമ്പിളിന്റെ ആരാധനയെക്കുറിച്ചുള്ള ഒരു നിർവചനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ കാണുമായിരിക്കും. ഞാൻ ഒന്നും കൂടെ അത് പറയാം. ബിഷപ്പ് വില്യം ടെമ്പിൾ, worship is the submission of all our nature to God. അതിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. It is the quickening of our conscience by the holiness of God. It is the nourishment of the mind with the truth of God. True worship is the purging of our imagination by the beauty of God. It is the opening of our heart for the love of God. It is the surrender of our will, our devotion of our will for the purpose of God. All these gathered up in adoration. ഇപ്പൊ ഓർമ്മ വരുന്നല്ലേ? All this gathered up in adoration, the most selfless emotion of which our nature is capable. എന്താണ് ട്രൂ വർഷിപ്പ്? നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ, നമ്മൾ ഇന്ന് കണക്കാക്കുന്നത് പോലെ ഒരു പാട്ടിന്റെ ആവർത്തിച്ച് വേഗത കൂട്ടി പാടുന്നതല്ല. സ്തോത്രം. പ്രൈസ് ഗാഡ്. മോളെ ജോമോൾ, യു ക്യാൻ പോസ്റ്റ് ഇറ്റ് ഫോർ എവ്രി വൺ.
ഓക്കെ, താങ്ക് യു. ചാറ്റ് ബോക്സിൽ ജമോൾ ആ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. അതിലൊരു കാര്യം മാത്രം, രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. യഥാർത്ഥത്തിലെ ആരാധന, അതിലെ രണ്ടാമത്തെ സെന്റൻസ്, ഇറ്റ്സ് ക്വിക്കനിങ് ഓഫ് അവർ കോൺഷ്യൻസ് ബൈ ദ ഹോളിനെസ് ഓഫ് ഗാഡ്. യഥാർത്ഥത്തിലെ ആരാധനയിൽ എന്ത് സംഭവിക്കും? ദൈവീക പരിശുദ്ധിയുടെ ബോധത്താൽ നമ്മുടെ മനസ്സാക്ഷി ജീവിപ്പിക്കപ്പെടും. ദൈവീക പരിശുദ്ധിയാൽ, ആ പരിശുദ്ധിയുടെ ദർശനത്താൽ, അതിൻ്റെ ബോധ്യത്താൽ നമ്മുടെ മനസ്സാക്ഷി ജീവിപ്പിക്കപ്പെടും. Our conscience will be quickened by the holiness of God in true worship. പക്ഷെ എൻ്റെ ചോദ്യം, നമ്മൾ ആരാധിക്കുന്നു എന്ന് പറയുന്ന ആ പ്രക്രിയയിൽ, ആ ഒരു കർമ്മത്തിൽ യഥാർത്ഥമായും ദൈവീക വിശുദ്ധിയുടെ ഒരു ദർശനം നമുക്കുണ്ടാകുന്നുണ്ടോ? സ്തോത്രം. മറ്റൊരു സെന്റൻസ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ട്രൂ വർഷിപ്പ് ഈസ് ഓർ ദാറ്റ് വിൽ ഓപ്പൺ അപ്പ് അവർ ഹാർട്ട് ഫോർ ദ ലവ് ഓഫ് ഗാഡ്. ദൈവസ്നേഹത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ അത് തുറക്കും. സത്യാരാധനയിൽ എന്ത് സംഭവിക്കും? ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം അതങ്ങോട്ടാകുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തെ വെട്ടി തുറക്കുക ദൈവസ്നേഹത്തിനായി. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? True worship will devote our will for the purpose of God. യഥാർത്ഥ ആരാധനയിൽ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇച്ഛകൾ സമർപ്പിക്കപ്പെടും. ബാക്കി വാചകങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കിവിടെ അത്യാവശ്യമുള്ള ഈ 3 ഞാൻ എടുക്കുന്നുള്ളൂ. ഇതില്ലാതെയുള്ള ശബ്ദകോലാഹലങ്ങൾ ദൈവത്തിന് അരോചകമാണ്. സ്തോത്രം. കർത്താവ് ലവോദിക്കയോട് പറയുന്നത്, നിന്റെ ഹൃദയം ഇല്ലാത്ത ചത്ത കുറെ കർമ്മങ്ങൾ എനിക്ക് വേണ്ടെന്ന്. സ്തോത്രം. ഞാൻ ഒത്തിരി പ്രാവശ്യം പണ്ട് പറഞ്ഞിട്ടുള്ള ഒരപ്പച്ചന്റെ ഉദ്ധരണികൾ ഓർമ്മ കാണുമായിരിക്കും നിങ്ങൾക്ക്. പഴയവർക്ക് ഓർമ്മയുണ്ട്. ഇപ്പം കുറെ നാളാണ് ഞാൻ പറഞ്ഞിട്ട്. കറുത്ത മുഖം വെളുത്ത ചോറ്. അത് തന്നെ, അത് തന്നെ. ഓർമ്മയുണ്ട്. നിന്റെ കറുത്ത മോന്തയും നിന്റെ വെളുത്ത ചോറും കൂടെ എനിക്ക് വേണ്ടെന്ന്. അപ്പച്ചൻ പിന്മാറ്റക്കാരനാ. സ്നാനപ്പെട്ടിട്ട് കട്ട് ബീഡി വലിക്കുന്നതിന് ഭാര്യ വഴക്ക് പറഞ്ഞതാ. പക്ഷെ ഈ പിന്മാറ്റക്കാരനായ അപ്പച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇച്ചിരി ഏറെ വഴക്ക് കൂടുന്ന ദിവസം അത്താഴം ഉണ്ണാൻ വിളിക്കുമ്പം അപ്പച്ചൻ പറയുന്നതാ, പിന്നെ നിന്റെ കറുത്ത മോന്തയും വെളുത്ത ചോറും കൂടെ എനിക്ക് വേണ്ട. കർത്താവ് നമ്മളോട് ഇത് തന്നെ പറയുന്നേ. ദൈവസ്നേഹത്തിന് വേണ്ടി തുറക്കപ്പെട്ടിട്ടില്ലാത്ത ഹൃദയവും
ദൈവീക പരിശുദ്ധിയാൽ പുനർജീവിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത മനസാക്ഷിയും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കായി ദൈവഹിതത്തിനായി തുറക്കപ്പെട്ടിട്ടില്ലാത്ത സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത നമ്മുടെ ഇച്ഛകളുമൊന്നും, സ്തോത്രം, ഇതൊന്നും ഇല്ലാതെ ദൈവത്തിന് നാം ചെയ്യുന്ന കുറെ കർമാദികൾ ദൈവത്തിന് വേണ്ട. പ്രവാചകന്മാരിലൂടെ യെശയ്യാവ്, യിരെമ്യാവ്, ആമോസ് തുടങ്ങിയ പ്രവാചകന്മാരിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ പുളിച്ച മാവ് കൊണ്ടുള്ള യാഗങ്ങൾ ഞാന് കണ്ട് മുഷിഞ്ഞിരിക്കുന്നു. Many a times God is very much tired of, weary of our ritualistic services without devoting our will for His purpose, without opening up our heart for His love, and without being quickened with His holiness. സ്തോത്രം. ദൈവം പറയുന്നത് ഞാൻ മുഷിഞ്ഞിരിക്കുന്നു, ഞാൻ മടുത്തിരിക്കുന്നു, എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ പരിപാടി, നിർത്താനാ പറയുന്നത്. ഇസ്രായേൽ മക്കളോട് കർത്താവ് ഒരിക്കൽ ചോദിച്ചു, എന്റെ പ്രാകാരങ്ങളെ ചവിട്ടാൻ വരുമ്പം ഈ യാഗങ്ങളും അർപ്പണങ്ങളും ഒക്കെ നിങ്ങളോട് ആരാ ചോദിച്ചത്? നിങ്ങളുടെ അപ്പന്മാര് 40 വർഷം മരുഭൂമിയിൽ നടന്നിട്ട് എത്ര യാഗം കഴിച്ചായിരുന്നു അവരെനിക്ക്? കാട്ടിലെ സകല മൃഗങ്ങളും എനിക്കുള്ളതല്ലേ? ആകാശത്തിലെ സകല പക്ഷികളും എന്റേതല്ലേ? ഇനി എനിക്കങ്ങ് വിശക്കുന്നെന്ന് വെച്ചാലും അതിലൊരെണ്ണത്തിനെ ഞാൻ എടുക്കല്ലേ ഉള്ളൂ, നിങ്ങളോട് ചോദിക്കായിരുന്നോ? പ്രിയരെ, ദൈവത്തോട് ഉള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കാത്ത ഹൃദയത്തിൽ നിന്നും അല്ല നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ അത് ദൈവം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് മുഴുവൻ ന്യായപ്രമാണത്തെയും കൂടെ അരച്ച് കലക്കി കുറുക്കി യേശുക്രിസ്തു തന്നത് ഏറ്റവും വലിയ കൽപ്പനയത്, ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ്. നമുക്കറിയാമല്ലോ. ഉടന്ന് വന്നേരെ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ. സ്തോത്രം. പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ബലം, പൂർണ്ണ ആത്മാവോടുകൂടെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം. ആ പൂർണ്ണതയില്ലാത്ത യാതൊന്നും നമ്മുടെ കർത്താവിന് വേണ്ട. അതാണ് ഇവിടെ ജാഗ്രതയുള്ളവനായിരിക്കുക എന്ന് കർത്താവ് ലവോദിക്ക സഭയോട് പറഞ്ഞത്. സ്തോത്രം. അത്രയും വ്യക്തമാണല്ലോ. വിശദീകരണം ഇവയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാട്ടെ. സ്തോത്രം. ഒന്നുമില്ലെന്ന് കരുതുന്നു. Praise God.
ശരി, എങ്കിൽ കർത്താവ് സഭയ്ക്ക് കൊടുക്കുന്ന ബുദ്ധിപദേശങ്ങളിൽ അടുത്തത് നമുക്ക് ചിന്തിക്കാൻ ഇനിയൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വിലയ്ക്ക് വാങ്ങുക, മാനസാന്തരപ്പെടുക. മാനസാന്തരത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പല ആവർത്തി പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കേണ്ടതില്ലല്ലോ. സ്തോത്രം. ഇപ്പം യേശുക്രിസ്തു ലവോദിക്ക സഭയ്ക്ക് കൊടുക്കുന്ന ബുദ്ധിപദേശം, കൗൺസൽ ക്രൈസ്റ്റ് ഗേവ് ടു ദ ചർച്ച് അറ്റ് ലവോദീഷ്യ. ഒന്നും കൂടെ ആ 8 ഒന്ന് പറഞ്ഞ് നമുക്ക് വിടാമോ? ഒന്നാമത്തേത്, സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്ന്, നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കാൻ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, കാഴ്ച ലഭിക്കുവാൻ ലേപം എന്നിവ വിലയ്ക്ക് വാങ്ങുക. 4, ജാഗ്രതയുള്ളവനാകുക, മാനസാന്തരപ്പെടുക, ഹൃദയവാതിൽ തുറക്കുക, അത്താഴം കഴിക്കുക. സ്തോത്രം. ഹൃദയവാതിൽ തുറക്കുക, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് കർത്താവിനോട് കൂടെ വിരുന്ന് കഴിക്കുക, അത്താഴം കഴിക്കുക. ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ ഗ്രീക്കുകാരുടെ ഇടയിൽ നമ്മുടെ ഇന്നത്തേതുപോലെ 3 വിശേഷ ഭക്ഷണമാണുള്ളത് അവർക്ക്. അതിലേറ്റവും പ്രധാന ഭക്ഷണം രാത്രിയിലേതാണ്. രാവിലെ ജോലിക്ക് പോകുന്ന തിരക്കിൽ അല്പം കഴിച്ചെന്നാക്കുക. ഇവിടെയുമൊക്കെ അങ്ങനെയാണ്. നോർത്ത് ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമാണ്, എന്നാൽ ഇവിടെയൊക്കെ അങ്ങനെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണല്ലോ അതിൻ്റെ പേര് തന്നെ. പ്രാതൽ, ഹിന്ദിയിൽ ഇവിടെ പറയുകയാണെങ്കിൽ നാസ്ത. നാസ്ത വയറ് നിറയാനുള്ളതല്ല, ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ളത്. 2 ബിസ്ക്കറ്റ്, ചായയുടെ കൂടെ 2 ബിസ്ക്കറ്റ് കഴിച്ചാൽ ഇവിടുത്തെ പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയി. കൂടുതൽ വല്ലതും കൊടുത്ത അയ്യോ ഇത് കൊണ്ട് ആഹാരം കഴിക്കാനൊന്നും തോന്നുന്നല്ലോ, ഇപ്പം രാവിലെ അല്ലേ, ഇത് പ്രാതലല്ലേ ഉള്ളൂ എന്ന് ഇവിടുത്തുകാർ പറയും. നമ്മൾ അല്പം കൂടുതൽ വല്ലതും കൊടുത്താൽ 2 കൊച്ചു ബിസ്ക്കറ്റ് മതി, ഒരല്പം ഉപ്പുമാവ്, ഒരു ശകലം. അവിടെ അങ്ങനെയായിരുന്നു. രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്കിൽ കഴിച്ചെന്ന് വരുത്തി തീർക്കുക. പിന്നെ ടിഫൻ കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ചിലപ്പോൾ 15 മിനിറ്റ് ആയിരിക്കും ലഞ്ച് ബ്രേക്ക്. ആ 15 മിനിറ്റിനകം എല്ലാം കഴിക്കത്തക്കതുപോലെ ഒരല്പം എന്തെങ്കിലും ഒന്ന് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോവുകയുള്ളൂ ഉച്ചയ്ക്ക്. പിന്നെ പ്രധാന ആഹാരം അവർക്ക് രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അതാണ് അവര് വീട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയമെടുത്ത് സന്തോഷിച്ച് കഴിക്കും. അത് വെറും ഒരു ഭക്ഷണമല്ല, അതെന്തായിരുന്നു? ഒരു പ്രത്യേക കൂട്ടായ്മയായിരുന്നു. വെറും ഒരു ആഹാരമല്ല, ഒരു നല്ല സ്നേഹക്കൂട്ടായ്മയാണ്. കർത്താവ് അതേ ഉദാഹരണം, അവരുടെ അതേ സംസ്കാരം വെച്ചുകൊണ്ട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? എന്നോട് കൂടെ അത്താഴം കഴിക്കണം. എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ള ആഹ്വാനമാണത്? കൂട്ടായ്മയ്ക്ക്.
യെസ്, കൂട്ടായ്മയ്ക്ക്. So Christ is calling the church to a deeper personal acquaintance with him, a deeper personal relationship with him, rather a deeper fellowship with him. കർത്താവ് ഇവിടെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആഴമേറിയ ഒരു വ്യക്തിപരമായ കൂട്ടായ്മയിലേക്ക് കർത്താവ് സഭയെ ക്ഷണിക്കുന്നു. ആഴമേറിയ വ്യക്തിപരമായ ബന്ധത്തിലേക്ക്. Christ is always looking for such a personal, deeper fellowship and relationship. ജാഗ്രത ഉള്ളവനായെങ്കിലേ കർത്താവിനോട് ഈ തരത്തിലൊരു ബന്ധം സാധ്യമാവൂ. ജാഗ്രതയുടെ അർത്ഥം ഇനി ഞാൻ ആവർത്തിക്കണ്ടല്ലോ. സ്തോത്രം. അപ്പൊ കർത്താവ് നമ്മെ ഒക്കെ വിളിക്കുന്നത് എന്തിലേക്കാണ്, അല്ലെങ്കിൽ എവിടേക്കാ, എന്തിനു വേണ്ടിയാ? എ ഡീപ്പർ intimate fellowship. സ്തോത്രം. ഒരു ആഴത്തിലുള്ള വ്യക്തിബന്ധം സ്ഥാപിക്കാനായി യേശു വിളിക്കുക. അതാണ് എട്ടാമതായി നാം കണ്ടത്. ഏഴാമത്തേതിലേക്ക് അതിന് ശേഷമേ നമ്മൾ വരുന്നുള്ളൂ. സംശയമുണ്ടോ ആർക്കെങ്കിലും? സ്തോത്രം. വിലയ്ക്ക് വാങ്ങാൻ പറയുന്ന 3 കാര്യങ്ങൾ. ആദ്യത്തേത്, നാലാമത്തേത് ജാഗ്രതയുള്ളവനായിരിക്കുക. പിന്നെ അത്രയും നമ്മൾ ചിന്തിച്ചായിരുന്നു. അഞ്ചാമത്തേത് മാനസാന്തരപ്പെടുക. അത് നമ്മളിപ്പം ചിന്തിച്ചില്ല, കാരണം പല ആവർത്തി അത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ open the door of your heart. ഹൃദയവാതിൽ തുറക്കുക. അതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. അതിനുശേഷം കർത്താവ് എന്താ പറഞ്ഞത്? Dine with me. Dine with me. എന്നോടുകൂടെ പന്തിക്കിരിക്കുക, അത്താഴം കഴിക്കുക. അതാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ചത്. അത് ഏഴാമത്തേത്. ഓക്കെ. ആ അത്താഴം കഴിക്കുക എന്നതിന്റെ അർത്ഥമാണ് നമ്മൾ ചിന്തിച്ചത്. കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ്. സ്തോത്രം. അല്ലാതെ കർത്താവ് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആവശ്യമൊന്നുമില്ല. ഈ നിത്യതയിൽ എത്തിയാൽ പോലും കർത്താവിന് നമ്മുടെ കൂടെ ആഹാരം കഴിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് പോലും ആഹാരം കഴിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. എന്നാൽ മുന്തിരിവള്ളിയുടെ അനുഭവം, ഞാൻ ഇനിയും നിങ്ങളോടുകൂടെ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കോളം അനുഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെ കർത്താവ് നമ്മുടെ കൂടെ പന്തിക്കിരിക്കും എന്ന അർത്ഥമാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചതാ. അതിന്റെ അർത്ഥം എന്താണ്? കൂട്ടായ്മ, ആഴത്തിലുള്ള കൂട്ടായ്മ എന്ന് തന്നെയാണ്. സ്തോത്രം. ഇവിടെ കർത്താവ് നമ്മെ വിളിക്കുന്നത് അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്കാണ്. സ്തോത്രം. അതല്ലാതെ ഭക്ഷണം കഴിക്കാനൊന്നുമല്ല. സ്തോത്രം. ഒരു കൂട്ടായ്മ. കർത്താവ് നമ്മിൽ നിന്നും ഏറ്റവും ആഗ്രഹിക്കുന്നത് അതാ. ഇവിടെയും അവിടെയും, ഈ ലോകത്തിലും മേലോകത്തിലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
സ്തോത്രം. പക്ഷേ നമ്മുടെ ഒക്കെ പല സമയത്തെയും സന്ദേശങ്ങളിലും നമ്മുടെ ഇടയിലെ ശുശ്രൂഷകളിലും ഈ കൂട്ടായ്മ ബന്ധത്തിന് അത്ര കണ്ട് പ്രാധാന്യം കൊടുത്ത് കാണാൻ സാധിക്കുന്നില്ല. കർത്താവ് ആവശ്യപ്പെടുന്നത് കൂട്ടായ്മയാണ്. സ്തോത്രം. ഓർമ്മ കാണും നിങ്ങൾക്ക്, നമ്മൾ പഠിച്ച ഒരു വാചകം, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. ബാക്കി നിങ്ങൾ പറഞ്ഞു. It's a relationship. യെസ്, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. സ്തോത്രം. ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയത ഒരു മതാചാരമല്ല, ഇതൊരു ബന്ധമാണ്. ഒത്തിരി സാദൃശ്യങ്ങൾ അതിനു വേണ്ടിയുണ്ട്. തലയും ഉടലും പോലെയുള്ള ബന്ധം, ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം, ഒരു വൃക്ഷവും അതിൻ്റെ കൊമ്പുകളും. യേശു പറഞ്ഞത് മുന്തിരിവള്ളിയും കൊമ്പുകളും. ആ ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ ഒത്തിരി ബന്ധങ്ങളെ, കൂട്ടായ്മയെ വിശദീകരിക്കുന്ന സാദൃശ്യങ്ങളാണ് പുതിയ നിയമം ഉപയോഗിക്കുന്നത്. മൂലക്കല്ലും കെട്ടിടവും തമ്മിലുള്ള ബന്ധം. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓർത്തുകൊള്ളണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടായ്മയാണ്. നമ്മുടെ വിളിയുടെ പ്രാഥമിക ഉദ്ദേശം കൂട്ടായ്മയാണ്. നമ്മുടെ വിളിയുടെ ആത്യന്തിക ഉദ്ദേശം കൂട്ടായ്മയാണ്. The very primary purpose of our calling is fellowship. And the ultimate result of our calling is also fellowship. സ്തോത്രം. നമ്മെ എവിടേക്കാ കർത്താവ് വിളിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്. പ്രൈസ് ഗാഡ്. 1 കൊരിന്ത്യർ 1:9. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇത് വെച്ചുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പത്രോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. സ്തോത്രം. അപ്പോൾ നമ്മുടെ വിളിയുടെ പ്രാഥമിക ഉദ്ദേശം, ദൈവം നമ്മെ വിളിച്ചതിന്റെ പ്രാഥമിക ഉദ്ദേശം കൂട്ടായ്മയാണ്. പക്ഷെ ലവോദിക്കയ്ക്ക് സംഭവിച്ച കുഴപ്പം എന്താ? ആ ബന്ധം മുറിഞ്ഞുപോയി, ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. അതിലേക്ക് സഭയെ കർത്താവ് തിരിച്ചു വിളിക്കുക. കം ആൻഡ് ഡൈൻ വിത്ത് മീ, ഓപ്പൺ യുവർ ഡോർസ്, ഡൈൻ വിത്ത് മീ, ഐ ജസ്റ്റ് വാണ്ട് ടു ഡൈൻ വിത്ത് യു. ഞാൻ നിങ്ങളോട് കൂടെ അത്താഴം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി ഹൃദയ കവാടം തുറക്കുക. കർത്താവ് വിളിക്കുന്നു, നിങ്ങൾ വാ, എന്റെ കൂടെ അത്താഴം കഴിക്ക്. സ്തോത്രം. യോഹന്നാനും പറയുന്നു, 1-ാം ലേഖനം ആദ്യത്തെ വാക്യങ്ങളിൽ, ഞങ്ങളുടെ കൂട്ടായ്മ, ബാക്കി നിങ്ങൾ പറഞ്ഞു, ദൈവത്തോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ. ആമേൻ. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ.
ആ കൂട്ടായ്മ ബന്ധത്തിനായുള്ള ആഹ്വാനമാണ് നാം 20-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. വെളിപ്പാട് 3:20. ഇന്നും നമുക്ക് അത്യാവശ്യം അതാണ്. സ്തോത്രം. ആ ഒരു ബന്ധം മുറിയാതെ സൂക്ഷിച്ചോണം. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ഒരിക്കലും മുറിയരുത്. ആ ബന്ധത്തിന് വിള്ളലുണ്ടാക്കുന്ന, വിടവുണ്ടാക്കുന്ന എല്ലാം നാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. We should be willing wholeheartedly to renounce everything that brings a breach in our personal intimacy with the Lord. കർത്താവിനോടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നതെന്തും വിട്ടുകളയാൻ, ഗിവപ്പ് ചെയ്യാൻ, ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. അത് ജോലിയാകാം, ബന്ധങ്ങളാകാം, സ്വഭാവങ്ങളാകാം, നമ്മുടെ അഭിരുചികളാകാം, നമ്മുടെ ശീലങ്ങളാകാം, ക്രിയകളാകാം, എന്തുമാകാം. സ്തോത്രം. അങ്ങനെയുള്ളവയെ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാവേണം. പ്രൈസ് ഗാഡ്. കാരണം ഏറ്റവും വലുതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ദൈവിക ബന്ധം അഥവാ കൂട്ടായ്മ. സ്തോത്രം. ആ കൂട്ടായ്മ ഇല്ലെങ്കിൽ കർത്താവിനോട് കൂടെ പോകാനും നമുക്ക് പറ്റില്ല. കാരണം അവിടെ ചെന്നിട്ട് വേറെ ഒരു ബിസിനസ് ഇല്ല. നിത്യതയിൽ എത്തിയാൽ ഒറ്റ ബിസിനസ്സേ ഉള്ളൂ. എന്താ ഏറ്റവും വലിയ ബിസിനസ്? ഏറ്റവും വലിയ ആ പദം തെറ്റിദ്ധരിക്കരുത്. നമുക്കവിടെ ചെയ്യാനുള്ള കാര്യം എന്നാണ് അതിന്റെ അർത്ഥം. ബിസിനസ് എന്ന കച്ചവടം ഒന്നും ചിന്തിക്കരുത്. What we have to do there if we reach future eternity. നിത്യതയിൽ നാം എത്തിയാൽ അവിടെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഫെലോഷിപ്പ്. വർഷിപ്പ്. കർത്താവിനോട് കൂടെ വഴുക. കൂടെ കൂടെ ഫെലോഷിപ്പ്. Even more than worship, more important thing is fellowship. നമുക്ക് വളരെ പരിചയമുള്ള വാക്യം ഉണ്ടല്ലോ, വെളിപ്പാട് 21:3. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. കണ്ടോ? കൂടെ കൂടെ കൂടെ. യേശു കർത്താവിന്റെ വാഗ്ദത്തമോ? യോഹന്നാൻ 14:3 എല്ലാം ഞാൻ 14:3 നിത്യതയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, അല്ല നിങ്ങളെയും ഇരുത്തേണ്ടതിന്. ഇവിടെ എല്ലാം ഉള്ളത് കർത്താവിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവിന്റെ കൂടെ. സോ മോർ ദാൻ വർഷിപ്പ്, ഇറ്റ്സ് ഫെലോഷിപ്പ് ഇൻ എറ്റേണിറ്റി. സ്തോത്രം. അതിന് നാം പ്രാധാന്യം കൊടുക്കുക. ആ നിത്യതയിൽ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ നമുക്ക് സാധ്യമാകണമെങ്കിൽ ഭൂമിയിൽ നാം ജഡത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ കൂട്ടായ്മ ദൈവത്തോട് പുലർത്തുന്നവരായിരിക്കണം. സ്തോത്രം. നമ്മുടെ ബന്ധം കർത്താവിനോട് എങ്ങനെയുണ്ടെന്ന്, കൂട്ടായ്മ എങ്ങനെയുണ്ടെന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട്
നമുക്കിന്ന് രാത്രി പിരിയുവാനിടയാകട്ടെ. സ്തോത്രം. പിരിയാബന്ധമായി കർത്താവിനോട് കൂടെ വസിപ്പാൻ, കർത്താവിന്റെ കൂടെ അത്താഴം കഴിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിന്റെ തീവ്രതയിലേക്കും ദൃഢതയിലേക്കും എത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങൾ കൊണ്ട് ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.